ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് QR കോഡ്, അതായത് ക്വിക്ക് റെസ്പോൺസ് കോഡ്. പണ്ട് നമ്മുടെ ബാർ കോഡുകളായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു രൂപമാറ്റമാണ് ഇപ്പോൾ QR കോഡിലേക്ക് മാറിയിട്ടുള്ളത്. നമുക്ക് എന്ത് സാധനങ്ങളും നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ പേയ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി എല്ലാ കടകളിലും, ചെറിയ പെട്ടി കടകളിൽ വരെ നമുക്കിപ്പോൾ QR കോഡുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വിക്ക് റെസ്പോൺസ് കോഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ബാർ കോഡുകൾ അവിടുത്തെ സ്റ്റാഫ് സ്കാൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അതൊക്കെ ഒരു ആദ്യകാല രൂപങ്ങളാണ്. ഇപ്പോൾ ബാർ കോഡുകളെ പിന്തള്ളിക്കൊണ്ട് QR കോഡുകളാണ് കളം വാഴുന്നത്. നമുക്കിപ്പോൾ എല്ലായിടങ്ങളിലും QR കോഡുകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. ബാർ കോഡിന്റെ ആധുനിക രൂപമാണ് ഈ ഒരു QR കോഡുകൾ എന്ന് പറയുന്നത്. ബാർ കോഡുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ മെനു കാണുന്നതിനും ബിൽ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ പാർക്കിങ്ങുകളിൽ പണം കൊടുക്കാനും പൊതുവായിട്ടുള്ള വൈഫൈകൾ ഉപയോഗിക്കാനൊക്കെ ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങളാണ് നമുക്ക് ഈ ഒരു QR കോഡ് കൊണ്ടുള്ളത്. ഇത്തരം സൗകര്യങ്ങളും ആപ്പുകളും നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നതിനും പണമിടപാടുകൾ ആയാസകരമാക്കുവാനാണെങ്കിലും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിച്ച ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിലെ തട്ടിപ്പുകളുടെ എണ്ണവും ഒട്ടും കുറവല്ല. നമ്മൾ ചില QR കോഡുകൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തട്ടിപ്പുകാരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറി ചെല്ലാനാവും. ഇങ്ങനെ നമ്മൾ അറിയാതെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ന്യൂസുകൾ ഒരുപാട് നമ്മൾ കണ്ടു കാണും. നമ്മളിൽ ചിലരെങ്കിലും ഇതിൽ ഇരയായവരുണ്ടായിരിക്കും. ഇപ്പോഴിതാ അന്താരാഷ്ട്ര ഇടപാടുകളിൽ UPI QR കോഡ് നൽകി പണം കൈപ്പറ്റുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് NCPI. വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് QR കോഡുകൾ അയച്ചു നൽകി ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പണം കൈപ്പറ്റുന്ന ആ ഒരു രീതിക്കാണ് ഇതോടെ അവസാനമായിട്ടുള്ളത്. ഇതോടെ വിദേശത്ത് നിന്ന് നമുക്ക് അയക്കുന്ന QR കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു QR കോഡ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു സംവിധാനത്തിനാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉപഭോക്താക്കൾ ഇത്തരത്തിലുള്ള QR കോഡുകൾ സ്കാൻ ചെയ്ത് തിരിച്ചറിഞ്ഞ് വിലക്കാൻ UPI അധിഷ്ഠിത ആപ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതേസമയം UPI സേവനം ലഭ്യമായ വിദേശ രാജ്യത്ത് ഫോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റുകൾ ചെയ്യുന്ന ആ രീതി തടസ്സമില്ലാതെ തുടരാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര തലത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും QR കോഡുകൾ അയച്ചു നൽകി ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയക്ക് 2000 രൂപ എന്ന പരിധി മുൻപേ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു നടപടിയെന്നും NPCI മുന്നേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ രാജ്യത്ത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ പണിമുടക്കുന്നത് തുടർക്കഥയായി മാറുകയാണ്. ഒരു മാസത്തിനിടെ 4 തവണയാണ് ഇതുപോലുള്ള UPI ആപ്ലിക്കേഷൻസുകൾ പണിമുടക്കിയത്. അതിന് പിന്നിലെ കാരണം വ്യക്തമാക്കാൻ ഇത്രയും ദിവസമായിട്ടും നാഷണൽ പേയ്മെന്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതുവരെയും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ്, അതായത് 2025 ഏപ്രിൽ 12-നാണ് UPI ഇടപാടുകൾ വ്യാപകമായി തടസ്സപ്പെട്ടത്. ഇതോടെ വ്യാപാരികളും ഇടപാടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ബുദ്ധിമുട്ടിലായത്. നേരത്തെ മാർച്ച് 26-നും മാർച്ച് 31-നും ഏപ്രിൽ 2-നും സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നുണ്ട്. UPI ആപ്പുകൾ വ്യാപകമായതോടെ വഴിയോര കച്ചവടക്കാർ പോലും QR കോഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കച്ചവടങ്ങൾ ചെയ്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ പലരും കയ്യിൽ കറൻസി രൂപത്തിലുള്ള പണങ്ങൾ കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. UPI ആപ്പുകൾ പണിമുടക്കിയതോടെ ഇടപാടുകാരിൽ നിന്നും പണം വാങ്ങാനാവാതെ വ്യാപാരികൾ കുഴഞ്ഞു. പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ. രാജ്യത്ത് 60 കോടി ജനങ്ങൾ UPI സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. UPI ഇടപാടിൽ 1 മിനിറ്റെങ്കിലും തകരാർ സംഭവിക്കുന്നത് ചെറുകിട വ്യാപാരികളെയും ഇടപാടുകാരെയും സാരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇടപാടുകൾ ഈസിയാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഇത്തരം ആപ്പുകൾക്ക് കഴിയുമെങ്കിലും തട്ടിപ്പുകാർക്ക് വീട് കുത്തി തുറക്കാതെയും മുഖംമൂടി ധരിക്കാതെയും നമ്മുടെ പണം അപഹരിക്കാൻ ഇത്തരം ആപ്പുകൾ അവരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ QR കോഡും സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.